നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പറപ്പൂരുള്ളൊരു പാക്കിംഗ് ഏരിയയിലാണ്, അതായത് ചക്കീസ് ഫ്യൂഷൻ ഫുഡ്സിന്റെ പാക്കിംഗ് ഏരിയയിലാണ്. അപ്പോൾ ഈ പാക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്, ഫുൾ എയർ കണ്ടീഷൻഡ്, പിന്നെ നല്ല ഹൈജീൻ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞ ആ ഒരു പാക്കിംഗ് ഏരിയയുടെ പിക്കിൾസിന്റെ ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. പിക്കിൾസ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് ബിയോണ്ട് പിക്കിൾ, ഒരു അപ്പറ്റൈസർ ആണ് കേട്ടോ മെയിൻ ആയിട്ട്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീർ ഫിഷ് ആണ്. സീർ ഫിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നെയ്മീൻ, ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല റേറ്റ് ഉള്ള ഒരു മീനാണ്. അപ്പൊ അതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. അത് മാത്രം വെച്ചിട്ടാണ് ഇവര് ഈ ഒരു പിക്കിൾ ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതിൻ്റെയൊക്കെ പ്രീമിയം ക്വാളിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പിക്കിൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ, ഇതിന്റെ ബ്രെയിൻ ബിഹൈൻഡ് ആള് പറഞ്ഞു തരും. അപ്പോൾ ഇതിനെ പറ്റി ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിന്റെ മെയിൻ ആയിട്ട് 4 വേരിയൻസിലാണ് ഈ ഒരു പിക്കിൾ വരുന്നത്. ഫസ്റ്റ് വൺ സ്വീറ്റ് ആൻഡ് സോർ ആണ്. സെക്കൻഡ് വൺ ക്ലാസിക്. ക്ലാസിക് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു പിക്കിൾ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ കഴിക്കുന്ന പിക്കിളിന്റെ ഏകദേശം ചെറിയൊരു ടേസ്റ്റ് വരും. എന്നാൽ അത് പ്രീമിയം ക്വാളിറ്റിയാണ്, കംപ്ലീറ്റ്ലി വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഫിഷ് പിക്കിൾ കഴിക്കണ സാധാരണ ഫിഷ് പിക്കിൾ കഴിക്കണ പോലെയൊന്നുമല്ല, കഴിക്കുമ്പോൾ അറിയാം നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി ടേസ്റ്റ് ആണ് വരുന്നത്. പിന്നെ അടുത്തത് ഹെർബ്സ് ആൻഡ് സ്പൈസസ്, അടുത്ത ഒരു വേരിയന്റ് വരുന്നത് ഹെർബ്സ് ആൻഡ് സ്പൈസസ് ആണ്. ലാസ്റ്റ് വൺ വരുന്നത് ക്ലാസിക് ഹോട്ട് ആണ്. ക്ലാസിക് ഹോട്ട് എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി അതായത് സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയതാണ് ക്ലാസിക് ഹോട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇതിന്റെ ബ്രെയിൻ ബിഹൈൻഡ് തന്നെ വേണം. ഞാൻ അങ്കിളിനെ വിളിക്കാട്ടാ. അങ്കിള് വായും. അപ്പൊ അങ്കിളാണ് ഇതിന്റെ മെയിൻ ആള് പറയും എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. അങ്കിളുടെ പേര്? സുഗതൻ. ഈ കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്നത് പറപ്പൂർ എന്ന സ്ഥലത്താണ്. ഇങ്ങനെ യുണീക്ക് ഐഡിയ വരാനുള്ള കാരണം? ആക്ച്വലി ഇതൊരു 20 വർഷങ്ങൾക്ക് മുന്നെയാണ് എനിക്ക് ഈ ഐഡിയ മനസ്സിലേക്ക് വരുന്നത്. എന്റെ ഒരു അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ. അങ്ങവരുടെ അമ്മ ഒരു വളരെ അറിയപ്പെടുന്ന ഒരു ഷെഫായിരുന്നു ഐഡിയ. അവരുടെ റെസിപ്പിയാണ് ആക്ച്വലി ഇത്. അപ്പൊ അത് അവർ മരിച്ചുപോയപ്പോ അവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് എങ്ങനെയും ഒരു കമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് അവർ യൂണിക്കായിട്ട് ടേസ്റ്റ് പബ്ലിക്കിന് കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംരംഭം തുടങ്ങിയത്. പിന്നെ ഇതിന്റെ ഫ്യൂഷൻ എന്നതിന്റെ അർത്ഥം തന്നെ സംയോജനം എന്നാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മറ്റ് പിക്കിളുകളെ പോലെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ടേസ്റ്റ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അതിന്റെ ടേസ്റ്റ് ഉള്ളത്. പിന്നെ മെയിനായിട്ട് ഈ പിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല സ്വാഭാവികമായിട്ട്. കാരണം അതിൽ ഇൻഗ്രീഡിയൻസ് ഒരുപാട് ഉപ്പ്, മുളക്, വെനീഗർ ഇതൊക്കെയാണല്ലോ. ഓയില്, അതുപോലെ ഹെൽത്തി ഓയില്. ഇതിന്റെ പ്രത്യേകത വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓയിലുള്ളൂ. അതും വളരെ പ്രീമിയം ക്വാളിറ്റി ജിഞ്ചർ ഓയില്, അതുപോലെ പ്രീമിയം ക്വാളിറ്റി ബേസ്ഡ് ചില്ലി, നമ്മുടെ ചീനമുളക് എന്ന് പറയും. ചീനമുളക് ബേസിക്കലി നമ്മുടെ കൊളസ്ട്രോളിൽ ബേൺ ചെയ്യുന്നതെന്ന് പറയാം. അതുപോലെ ഗാർലിക്, ജിഞ്ചർ, എന്താ പറയാ, ബ്ലാക്ക് പെപ്പർ, പിന്നെ എന്താ പറയാ, എല്ലാ ഇൻഗ്രീഡിയൻസും പ്രീമിയം ക്വാളിറ്റി മുതൽ. അത് ഇൻഗ്രീഡിയൻസ് ഓരോന്നും നമ്മൾ വാങ്ങി അതിന്റെ അഡൽട്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ തന്നെ സ്പെസിഫിക്കലി പൊടിച്ചത് ചേർക്കുന്നത്. അല്ലാതെ വാങ്ങിച്ചിട്ട് ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഈ സിയർ ഫിഷ് എന്ന ടേം ഇത് കിങ് ഫിഷ് ഫാമിലിയിൽ വരുന്നതാണ് സിയർ ഫിഷ്. അതായത് വജ്രം നമ്മൾ അരയ്ക്കാന്ന് പറയും. പക്ഷെ 3 കിലോക്കാൾ കൂടുതൽ വെയിറ്റ് ഉള്ള ഫിഷിനാണ് ഈ ഫാമിലിയിലുള്ള ഫിഷിന് പറയും സിയർ ഫിഷ്. അതാണ് ഏറ്റവും ടേസ്റ്റി ഉള്ളത്. നല്ല ഫ്ലേക്സ് ഉണ്ടായിരിക്കും, അതിൽ യുമാമി ടേസ്റ്റ് ഉണ്ടാവും, പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. അങ്ങനെയൊക്കെ അതിന്റെ എല്ലാം കൂട്ടാണ് ഈ പ്രൊഡക്റ്റ് ഒരു യൂണിക് ആക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിയോണ്ട് പിക്കിൾസ് എന്നുള്ള ഒരു സ്ലോഗൻ നമ്മൾ കൊടുക്കാൻ കാരണം. ഇത് പിക്കിളല്ല, പിക്കിളാകുമ്പോൾ വളരെ ജനറലൈസ് ആയിട്ട് റൈറ്റ് ആയിട്ട് വരുന്നത്. ഇതിപ്പോ പിക്കിളിന് അപ്പുറത്തുള്ള എന്നാൽ പിക്കിളായിട്ട് ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് കസ്റ്റമേഴ്സിന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ഇത് കറന്റ്ലി ഇതിപ്പോ എല്ലാ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ജിയോ മാർട്ട്, അതുപോലെ മീഷോ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. ഈ ഭാവിയിലെ എല്ലാ പ്രീമിയം സ്റ്റോഴ്സിലും അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. കൊച്ചിയിൽ ഓൾറെഡി എല്ലാ ഷോപ്പിലും കൊടുക്കുന്നില്ല, പ്രീമിയം ഷോപ്പുകളിലൊക്കെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള പ്രീമിയം പ്രൊഡക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്ത്. കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പിക്കിൾ പോലെ ഒരു ഉൽപ്പന്നമല്ല. ഓക്കെ,
അതുകൊണ്ട് അത് പ്രീമിയം കാരണം പ്രീമിയം ആയിട്ടുള്ള ഏരിയാസിൽ മാത്രം നമുക്ക് സെല് ചെയ്യുന്നുള്ളൂ. മെയിൻ ആയിട്ട് ഓൺലൈൻ വഴി നമുക്കിത് അവൈലബിൾ ഓൾറെഡി ആണ്. അവൈലബിൾ ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാവരും മേടിച്ച് കഴിച്ചു നോക്കാം. ഞാൻ തന്നെ ഇത് പറയാം, ഞാൻ കഴിക്കുന്ന ദിവസം കഴിക്കുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ടേസ്റ്റ്. ഒന്നാമത് എനിക്ക് ഫിഷ് പിക്കിൾ ഭയങ്കര ഇഷ്ടമാണ്. നെയ്മീൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ല. അപ്പൊ എല്ലാവരും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പാക്കിംഗ് ആണ്. ഇത് എങ്ങനെയാണ്, എവിടെയാണ് ചെയ്യുന്നത് പാക്കിംഗ്? വളരെ എഫർട്ട് എടുത്തിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാക്കിംഗ് വളരെ എന്താ പറയുക, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. എന്താ പറയുക, അധികം മാറ്ററൊന്നും ഇല്ലാതെ കസ്റ്റമർക്ക് എന്താണ് ഉൽപ്പന്നം എന്ന് കൺവേ ചെയ്യുന്ന രീതിയിൽ വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കും അങ്ങനെ തോന്നുന്നു. ഓക്കെ, പിന്നെ രണ്ടുതരം പാക്കിംഗ് ഉണ്ട്. ഒന്ന് ഓൺലൈനിലേക്ക് വേണ്ടിയിട്ട്, ഒന്ന് ഓഫ്ലൈൻ. ഓഫ്ലൈൻ പാക്കിംഗ് ഗ്ലാസ് ജാറിലാണ്. ഓൺലൈൻ പാക്കിംഗ് ഹൈ ക്വാളിറ്റി പാക്ക് ജാറാണ്. കാരണം ഈ ബ്രേക്കേജ് സ്പില്ലേജ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, രണ്ടുതരം പാക്കിംഗ് നമുക്കുള്ളത് ഇപ്പോ കറന്റ്ലി 250 ഗ്രാം ഇപ്പൊ കറന്റ് ഉള്ള. ഇത് പറഞ്ഞ സ്വീറ്റ് ആൻഡ് സോർ എന്നാണ് ഈ ഒരു ഇതിന്റെ വേരിയന്റിന്റെ പേര്. 485 റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. പ്രീമിയം ക്വാളിറ്റി ആയ കാരണം തന്നെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കുമെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. സാധാരണ ഫിഷ് പിക്കിൾ ഇതിന്റെ പ്രത്യേകത അത് വെറും മറ്റ് പിക്കിളാണ്, വെറും ഈ എന്താ പറയാ വെനീഗർ, മുളക് പൊടി. ഇത് മുഴുവൻ ഫിഷാണ്. അതായത് ഈ ഫിഷ് എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോ ഈ സീർ ഫിഷ് നമ്മള് ആദ്യം ഡ്രൈ ചെയ്ത്, പിന്നെ ഈവൻ വാട്ടർ ടച്ച് ചെയ്യുന്നില്ലേ, ഡ്രൈ ചെയ്തിട്ട് വെനീഗർ 4 തവണ കഴുകി, പിന്നെ എന്താ പറയാ ഷാലോ ഫ്രൈ ചെയ്ത്, അതായത് വളരെ എണ്ണ കുറവ് ഫ്രൈ ചെയ്ത് ആ എണ്ണ കളഞ്ഞ്. അപ്പൊ ഇതിലുള്ളത് ഫിഷാണ് മുഴുവൻ. ശരിക്കും പറഞ്ഞ ഫിഷ് സോളിഡ്സ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞിട്ട് ഒരു ഫ്രഷ് ഫിഷ് ആണെങ്കിൽ 200 ഗ്രാം ഫിഷ് തന്നെ ഉണ്ടെന്ന് പറയാം. ഫ്രഷ് ഫിഷ് ആണെങ്കിൽ അത് ഡ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തുകൊണ്ടാണ് അതിന്റെ സോളിഡ് രൂപത്തിലില്ലാത്തത്, ഫ്ലേക്സ് പോലെ തോന്നുന്നത്. പക്ഷെ അതില് മുഴുവൻ ഫിഷാണ് അത്. 80% ഫിഷാണ്. അതിന്റെ ഫോം, അതിന്റെ രൂപം എന്ന് പറഞ്ഞ പീസുകളെല്ലാം മാത്രം. കാരണം മൊത്തത്തിൽ ഈ സീർ ഫിഷ് എന്ന സാധനം പറഞ്ഞ ഫ്ലേക്സ് പോലുള്ളതാണ്. അത് പ്രോസസ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അത് മറ്റേ ടൂണ പോലെ ഒന്നല്ല. ടൂണ ഫിഷിന് വളരെ ഹാർഡാണല്ലോ, വളരെ സോഫ്റ്റ് ഫ്ലേക്സ് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് ഫ്ലേക്സ് ഉടഞ്ഞു പോകും. അതാണ് എന്റെ വിഷയം. അപ്പൊ ഈ ഒരു പിക്കിളിന്റെ പേര് ചക്കീസ് എന്നാണ്. ചക്കീസിന്റെ സ്വീറ്റ് ആൻഡ് സോർ ആണ് ഇപ്പൊ എന്റെ കയ്യിൽ. എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പൊ എല്ലാവരും ഈ പിക്കിൾ ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഓഫ്ലൈനിലും അവൈലബിൾ ആണ്. കുറച്ച് സ്റ്റോഴ്സിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇനി കൂടുതൽ സ്റ്റോഴ്സിൽ കാണാൻ പറ്റും. ഡിഫറെന്റ് ടേസ്റ്റ് ബഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന 4 വേരിയന്റ്സ് ഇറക്കിയിട്ടുള്ളത്. സ്വീറ്റ് ആൻഡ് സോർ അധികം എരിവൊന്നും ഇഷ്ടമില്ലാത്തവർക്ക്, ക്ലാസിക് എന്ന് പറയുന്നത് സാധാരണ എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, പിന്നെ ഹെർബൽ സ്പൈസ് കുറച്ച് കോൺഷ്യസ് ആയിട്ട് കൂടുതൽ ദഹനത്തിനൊക്കെ വേണ്ടിട്ട് ജനറലി എല്ലാം ഡൈജഷനും ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഇതില് ഈ ഹെർബൽ സ്പൈസില് നമുക്ക് ഈ അജ്വൈൻ, അതായത് അയമോദകം പോലെ സാധനം ചേർത്തുണ്ട്. റോസ്മേരി അതൊക്കെ ഡൈജഷൻ അവിടെ ബൂസ്റ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അത് ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഡൈജഷൻ പ്രോബ്ലങ്ങൾക്ക് ഇതും നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഡൈജഷൻ പ്രശ്നം ഉണ്ടാകുന്നതല്ല, വളരെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് ഡൈജഷനെ പ്രത്യേകിച്ചും. പിന്നെ ഈ ക്ലാസിക് ഹോട്ട് എന്ന് പറഞ്ഞാൽ ഓവർ സ്പൈസി ഹോട്ട് കൂടുതൽ സ്പൈസ് ക്ലാസിക് കോട്ടൺ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഈ പിക്കിള് വേർത്ത് ആണ് ആക്ച്വലി. ഞാൻ കഴിച്ചു നോക്കിയ ഒരു ആളായ കാരണമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. എല്ലാവരും മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോയിൽ കാണാം. ബൈ.